നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത്, വീഡിയോയിൽ കാണിക്കുന്ന ചിത്രം നോക്കിക്കൊണ്ട് ഈ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വായന കേൾക്കുക. ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം എത്രമാത്രം ആഴമുള്ളതാണ് എന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഇന്നത്തെ തലക്കെട്ട്. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ആ ചിത്രം. ഫോട്ടോ അട്രാക്ഷൻ ടെക്നിക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഒരു സ്പിരിച്വൽ സംബന്ധമായിട്ടുള്ള ഈ ഒരു പ്രണയത്തെ സൂചിപ്പിക്കുന്ന ഈ ഒരു ചിത്രം നല്ല രീതിയിൽ നോക്കാനായി ശ്രമിക്കുക, മനസ്സിലേക്ക് ഏറ്റെടുക്കാനായി ശ്രമിക്കുക. ഈ ചിത്രത്തിൽ കാണുന്നത് നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായി സങ്കല്പിക്കുക. വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലേക്ക് ഏറ്റെടുക്കണമെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളത് മനസ്സിലേക്ക് ഏറ്റെടുത്തു, നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചു, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നു. വളരെ പ്രണയാർദ്രമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ മാത്രം ഓർക്കുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഓർക്കരുത്. ഓർത്തു എന്ന് വിശ്വസിക്കുന്നു. മനസ്സ് ശാന്തമാക്കി വെക്കുക. മറ്റെന്തെങ്കിലും ജോലികൾ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ മാത്രം ഈ ഒരു വായന തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രമിക്കുക. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ ചിത്രം കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി സ്ക്രീനിൽ നിന്ന് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇത്തരം കാർഡ്സ് ആണ് നമുക്ക് പ്രപഞ്ച സന്ദേശമായി ലഭിച്ചിട്ടുള്ളത്. ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം എത്രമാത്രം ആഴമേറിയതാണ്, അല്ലെങ്കിൽ എത്രത്തോളം ആഴമുള്ളതാണ്, അത് ആത്മാർത്ഥതയുള്ളതാണോ അല്ലെങ്കിൽ വെറും നേരം പോക്കിനാണോ? നിങ്ങളോട് സ്നേഹമുണ്ടോ? നിങ്ങളുടെ അടുത്തേക്ക് വന്നത് സ്നേഹത്തോടു കൂടി തന്നെയാണോ? ആദ്യമുണ്ടായിരുന്ന സ്നേഹം ഇപ്പോഴും നിങ്ങളോട് ഈ വ്യക്തിക്ക് ഉണ്ടോ? അങ്ങനെ ടോട്ടൽ എനർജിയാണ് നമ്മളിവിടെ നോക്കാനായി പോകുന്നത്. ആദ്യമേ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, ഈ വ്യക്തിക്ക് വളരെയധികം ആശയക്കുഴപ്പമാണ്, മാനസികപരമായിട്ടുള്ള ടെൻഷനും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്കിവിടെ എടുത്തു പറയാൻ സാധിക്കുന്നത്, നിങ്ങൾ വളരെ നല്ലൊരു വ്യക്തികളായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഈ വ്യക്തി ചിന്തിക്കുന്നത്, ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അത്രത്തോളം നല്ല സ്വഭാവത്തിനുടമയാണ്, നല്ല രീതിയിലുള്ള പെരുമാറ്റം, നല്ല ക്യാരക്ടർ, ആറ്റിറ്റ്യൂഡ്, നല്ലൊരു പേഴ്സണാലിറ്റി, ഇതൊക്കെ തന്നെയാണ് ഈ വ്യക്തി വിശ്വസിച്ചിരിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കാൻ തന്നെയാണ് ഈ വ്യക്തിക്ക് ആഗ്രഹവും. നിങ്ങൾ പല തലങ്ങളിൽ പല രീതികളിൽ കണ്ടുമുട്ടിയ വ്യക്തികളാണ്. ചിലർ നേരിട്ട് കണ്ടുമുട്ടി, മറ്റു ചിലർ ഒരുമിച്ച് ജോലി ചെയ്യുന്ന വ്യക്തികൾ, മറ്റു ചിലർ ഒരുമിച്ച് പഠിച്ചവർ, മറ്റു ചിലവർക്ക് പ്രപ്പോസലായി വന്നത്, മറ്റു ചിലർക്ക് സോഷ്യൽ മീഡിയയിലൂടെ വന്ന പ്രണയാഭ്യർത്ഥനകൾ. അങ്ങനെ പല തലങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മോശപ്പെട്ട ജീവിതത്തിൽ നിന്നും കരകയറിയത് പോലും നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് ഈ വ്യക്തി വിശ്വസിക്കുന്നത്. പഠിക്കാത്ത വ്യക്തിയാണെങ്കിൽ നന്നായി പഠിക്കാനും, ജോലിയില്ലാത്ത വ്യക്തിയാണെങ്കിൽ ജോലിക്ക് വേണ്ടി ശ്രമിക്കാനും, നല്ലൊരു ജോലി ലഭിക്കാനും, സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാനും, ഒരു കിങ്ങിൻ്റെ എനർജിയിലേക്ക് അല്ലെങ്കിൽ ഒരു ക്യൂനിൻ്റെ എനർജിയിലേക്ക് മാറാനും ഒക്കെ നല്ല രീതിയിൽ നിങ്ങളുടെ ഈ ഒരു സാന്നിധ്യം ഈ വ്യക്തിയെ നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അതൊന്നും ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയുന്നില്ലായിരിക്കാം. കാര്യത്തോടടുക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ കഴിവ് കൊണ്ടാണ് ഞാനിതെല്ലാം നേടിയെടുത്തത്, അല്ലെങ്കിൽ എൻ്റെ പവർ കൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ബുദ്ധി കൊണ്ടാണ്, എൻ്റെ പ്രയത്നം കൊണ്ടാണ് എന്ന് ഈ വ്യക്തി സ്ഥാപിക്കുന്നുണ്ടാകാം നിങ്ങളുടെ മുന്നിൽ. പക്ഷേ അതും ഒരു ഭാഗമുണ്ട്. മറ്റൊരു ഭാഗം അല്ലെങ്കിൽ മറ്റൊരു ശതമാനം നോക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ഐശ്വര്യവും നിങ്ങളുടെ സാന്നിധ്യവും ഉപദേശവും സ്നേഹവും കൊണ്ട് തന്നെയാണ്
ഈ വ്യക്തിക്ക് നല്ലൊരു മനുഷ്യനാവാൻ സാധിച്ചിട്ടുള്ളത്. കാരണം ഈ വ്യക്തിയുടെ കുട്ടിക്കാലമായിക്കോട്ടെ, ജീവിത രീതികളായിക്കോട്ടെ, വളരെയധികം ഒട്ടും തന്നെ സന്തോഷമില്ലാത്തതും സംതൃപ്തിയില്ലാത്തതും ഒരുപാട് മാനസിക മെന്റൽ ട്രോമകൾ അനുഭവിച്ച ഒരു വ്യക്തിയായിട്ടുമൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തിയിലേക്ക് സ്നേഹം ലഭിക്കാതെ ഇരുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ മനസ്സ് മുരടിച്ച പോലെയുള്ള അവസ്ഥയിലായിരുന്നു ഉണ്ടായിട്ടുള്ളത്. അതായത് വെള്ളവും വളവും കിട്ടാത്ത ഒരു ചെടി എങ്ങനെയായിരിക്കും അതിൻ്റെ അവസ്ഥ? അതുപോലത്തെ ഒരവസ്ഥയായിരുന്നു ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും അതിൽ നിന്നുമൊക്കെ ഈ വ്യക്തി കരകയറിയത് നിങ്ങളുടെ പിന്തുണയും സ്നേഹവും കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കപ്പുകളുടെ എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഏസ് ഓഫ് സോർട്സും, കാരണം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വ്യക്തിക്ക് വിജയമാണ് ഓർമ്മ വരുന്നത്. ഈ വ്യക്തിക്ക് വളരെയധികം സ്നേഹമാണ് നിങ്ങളോട്. കുറച്ചധികം വ്യക്തികൾ പാസ്റ്റ് ലൈഫ് കണക്ഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം മുജ്ജന്മത്തിൽ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു, അല്ലെങ്കിൽ കമിതാക്കളായിരുന്നു. ഈ ജന്മത്തിലും അത് തന്നെ തുടരാനാണ് യൂണിവേഴ്സ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മധ്യകാലത്തിൽ വെച്ചോ, അല്ലെങ്കിൽ നിങ്ങളുടെ കൗമാരപ്രായത്തിൽ വെച്ചോ, അല്ലെങ്കിൽ 30 വയസ്സിനും 20 വയസ്സിനും ഇടയിൽ വെച്ചോ ഒക്കെ ഈ വ്യക്തിയെ നിങ്ങൾ പല സാഹചര്യത്തിൽ എങ്ങനെയൊക്കെയോ യാദൃശികമായി കണ്ടുമുട്ടി. ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ചിലപ്പോൾ ഇതിനു മുമ്പും ഒരുപാട് പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ടാകണം. പക്ഷെ അതിലൊന്നും തോന്നാത്ത ഒരു പ്രത്യേകതയും പ്യൂരിറ്റിയും നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ടെൻഷനാണ് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള കാര്യത്തിൽ. പക്ഷേ ഈ വ്യക്തിയുടെ യഥാർത്ഥ ഇപ്പോഴത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളിലേക്കല്ല നോട്ടമിട്ടിരിക്കുന്നത്. പകരം സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ, അഭിവൃദ്ധികൾ, പേര്, പ്രശസ്തി, ഇതിലാണ് ഇപ്പോൾ ഈ വ്യക്തി താല്പര്യം കൂടുതൽ പ്രകടിപ്പിക്കുന്നത്. അതിനുവേണ്ടി പല പദ്ധതികളും പലതരത്തിലുള്ള പ്രയത്നങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പല രീതിയിലാണ് ഈ വ്യക്തി തന്ത്രങ്ങൾ മെനയുന്നത്. ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയൊക്കെ ആണെങ്കിൽ പോലും പലതരത്തിലുള്ള ഐഡിയാസ് ക്രിയേഷൻ, ടീം വർക്കുകൾ, പേഴ്സണൽ ലൈഫിലാണെങ്കിൽ നല്ല രീതിയിലുള്ള വിജയം, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള നേട്ടങ്ങൾ, അതായത് വീട്, കാറ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഈ വ്യക്തി ഇപ്പോൾ നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് സ്നേഹമില്ല എന്നുള്ളതല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് പല പോരായ്മകളും മാറ്റാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയുടെ നഷ്ടപ്പെട്ടു പോയ സൽപ്പേര്, നഷ്ടപ്പെട്ടു പോയ ജീവിതം, ആഡംബരപൂർണമായിട്ടുള്ള ജീവിതമൊക്കെ തിരിച്ചു പിടിക്കാനാണ് ഈ വ്യക്തി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വ്യക്തി നല്ലൊരു ഗൃഹനാഥൻ അല്ലെങ്കിൽ നല്ലൊരു ഗൃഹനാഥയായിരിക്കും. അതോർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുമായിട്ട് നല്ലൊരു കുടുംബജീവിതമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കപ്പുകളുടെ എനർജി അധികമായി ലഭിച്ചിട്ടുണ്ട്. സ്നേഹത്തിന്റെ പാനപാത്രം ഒരിക്കലും ഈ വ്യക്തിയുടെ കൈകളിൽ നിന്നും വറ്റിപ്പോവുകയില്ല. ഈ വ്യക്തി സമ്പാദിക്കുന്നതും നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് എന്നുള്ള ചിന്തയിലാണ് ഈ വ്യക്തിയുടെ പ്രവൃത്തികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചില സമയങ്ങളിൽ ഈ വ്യക്തി നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ടാകാം. നിങ്ങളുടെ കോളുകളോ മെസ്സേജോ അറ്റൻഡ് ചെയ്യാതെ നിങ്ങളെ ചെറുതായ രീതിയിൽ അവഗണിക്കുന്നുണ്ടാകാം. പക്ഷേ അതിനോടൊന്നും നിങ്ങൾ ഇപ്പോൾ ഈ വ്യക്തിയോട് ദേഷ്യത്തോടെ പ്രതികരിച്ചിട്ടോ ഒച്ച വെച്ചിട്ടോ കാര്യമില്ല. കാരണം ഇപ്പോൾ ഈ വ്യക്തി നല്ല രീതിയിൽ വഴിമാറി ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളോട് തന്നെയാണ് ഈ വ്യക്തിക്ക് സ്നേഹം. അതിൽ കുറഞ്ഞതൊന്നുമില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം എത്രമാത്രം ശക്തമാണ് എന്നുള്ളത് ഈ കാർഡ്സ് വ്യക്തമാക്കുന്നുണ്ട്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വായന എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വായന 2-3 പ്രാവശ്യം കാണുവാനായി ശ്രമിക്കുക. ഈ വീഡിയോന്റെ തുടക്കത്തിൽ കാണിക്കുന്ന ചിത്രം അത് മനസ്സിലേക്ക് ഏറ്റെടുക്കുക.
പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.